ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് സ്പേസിലേക്ക് ഏവർക്കും സ്വാഗതം. എംബഡഡ് സിസ്റ്റത്തിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഉദാഹരണമായി നമ്മുടെ വീട്ടിലുള്ള DVD പ്ലെയർ തന്നെ എടുക്കാം. DVD പ്ലെയർ അതിലെ ലേസർ ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് DVD ഡിസ്കിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്യുന്നു. DVD ഡിസ്കിൽ നിന്നും വരുന്ന ഡാറ്റ സാധാരണയായി MP3 ഫോർമാറ്റിലാണ് ഉണ്ടാവുക. DVD പ്ലെയറിൻ്റെ ജോലി ഈ MP3 ഫോർമാറ്റിലുള്ള ഫയലിനെ തിരിച്ച് ഒരു വോൾട്ടേജ് ലെവലാക്കി മാറ്റുന്നതാണ്. ഈ വോൾട്ടേജ് ലെവൽ DVD പ്ലെയറിൻ്റെ ഔട്ടിൽ അനലോഗ് ഓഡിയോ ആയിട്ട് കൊടുക്കുന്നു. മൊത്തത്തിലുള്ള ഈ സിസ്റ്റത്തെയാണ് നമ്മൾ സാധാരണയായി എംബഡഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ എംബഡഡ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മൈക്രോ കൺട്രോളേഴ്സാണ്. എംബഡഡ് സിസ്റ്റം പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് അർഡുയിനോ. അർഡുയിനോ പ്ലാറ്റ്ഫോമിലുള്ള അർഡുയിനോ ബോർഡുകൾ പല സീരീസിൽ അവൈലബിൾ ആണ്. അറ്റ്മെൽ, ഇൻഡൽ, ആം എന്നീ കമ്പനികളാണ് ഈ ബോർഡുകൾക്കുള്ള കൺട്രോളറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ്മെലിൻ്റെ അറ്റ്മെഗ 2560 എന്ന കൺട്രോളർ യൂസ് ചെയ്യുന്ന അർഡുയിനോ മെഗ എന്ന ബോർഡാണ് നമ്മൾ ഈ സീരീസിൽ ഉപയോഗിക്കാൻ പോകുന്നത്. 100 പിന്നുള്ള ഈ IC ഡയറക്റ്റായി യൂസ് ചെയ്യാനുള്ള പ്രശ്നം കാരണമാണ് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നത്. വളരെ എളുപ്പം തന്നെ ഈ ബോർഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്കൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അറ്റ്മെലിൻ്റെ അർഡുയിനോ ബോർഡുകൾ യൂനോ, നാനോ, മിനി, മെഗ എന്നീ വെർഷനുകളിൽ അവൈലബിൾ ആണ്. അർഡുയിനോ യൂനോയിൽ യൂസ് ചെയ്യുന്നത് അറ്റ്മെഗ 328P എന്ന IC ആണ്. നാനോ, മിനി എന്നീ വെർഷൻസിൽ യൂസ് ചെയ്യുന്നത് ഇതേ ICയുടെ SMD പാക്കേജ് ഫോംസ് ആണ്. ഇതിൽ യൂസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് റിസ്ക് ആർക്കിടെക്ചറാണ്. റിസ്ക് എന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. ആകെ ഇതിലുള്ളത് 135 പവർഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. നിങ്ങൾ അസംബ്ലി ലെവൽ കോഡ് യൂസ് ചെയ്യുമ്പോഴാണ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ ഇൻബിൽഡായി 32 8-ബിറ്റ് രജിസ്റ്ററുകൾ ഉണ്ട്. 16 MHz മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. അതായത് 1.6 കോടി ഇൻസ്ട്രക്ഷൻ ഒരു സെക്കൻഡിൽ എക്സിക്യൂട്ട് ചെയ്യാം. 64, 128, 256 കിലോബൈറ്റ് കോൺഫിഗറേഷനുകളിലാണ് ഈ IC ലഭിക്കുന്നത്. 4 KB ആണ് EEPROMൻ്റെ സൈസ്. ഫ്ലാഷ്, EEPROM എന്നിവ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. എന്നുവെച്ചാൽ പവർ കട്ടായാലും ഇതിലെ ഡാറ്റ പോകുന്നില്ല. എത്ര വട്ടം ഇതിലേക്ക് റൈറ്റ് ചെയ്യാം എന്നതിന് ലിമിറ്റുണ്ട്. ഇനി നമുക്ക് ICയുടെ പെരിഫറൽസിലേക്ക് കടക്കാം. ഇതിൽ 2 8-ബിറ്റും 4 16-ബിറ്റും ടൈമർ കൗണ്ടറുകളുണ്ട്. ഇത് പല ആവശ്യങ്ങൾക്കായി നമുക്ക് ഉപയോഗിക്കാം. ഇത് യൂസ് ചെയ്ത് കൃത്യമായ ടൈം ഇവൻറ്റുകൾ നമുക്കുണ്ടാക്കാം. 8-ബിറ്റ് ടൈമറിന് 4 PWM ചാനലുകളുണ്ട്. ഈ ടൈമറിലെ വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് നേരിട്ട് ഔട്ട്പുട്ട് പിന്നിനെ മോഡിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. പുറത്തു നിന്ന് വരുന്ന പൾസുകൾ കൗണ്ടർ ഉപയോഗിച്ച് നമുക്ക് എണ്ണാൻ കഴിയും. 16-ബിറ്റ് ടൈമറിൻ്റെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. 6 12 ചാനലുകൾ 16-ബിറ്റ് ടൈമറിന് ഉണ്ട്. ഇന്റേണലായി ഇതിന് 16 ചാനൽ ADC ഉണ്ട്. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കി മാറ്റാൻ ഇതിന് കഴിയും. ADC എന്നാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. 16 അനലോഗ് സിഗ്നലുകളെ ഒരേ സമയം ഡിജിറ്റലാക്കി മാറ്റാൻ ഇതിന് സാധിക്കും. മാക്സിമം ഇൻപുട്ട് 5 വോൾട്ടാണ്. ഇതിലെ ADC 10 ബിറ്റാണ്. മിനിമം 5 മില്ലിവോൾട്ട് വരെ തിരിച്ചറിയാൻ ADCക്ക് സാധിക്കും. ഇനി നമുക്ക് അർഡുയിനോ മെഗ ബോർഡിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ IC ഉപയോഗിച്ച് ഈസിയായി സിസ്റ്റം ഡെവലപ്മെൻറ്റ് ചെയ്യാനാണ് ഈ ബോർഡ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ DC ബാരൽ പ്ലഗ് സപ്ലൈ വോൾട്ടേജ് 7 to 12 വോൾട്ടാണ്. USB യൂസ് ചെയ്തും പവർ ചെയ്യാം. 54 ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ ലഭ്യമാണ്. ഇതിൽ 15 എണ്ണം PWM അഥവാ പൾസ് വിഡ്ത്ത് മോഡുലേഷനായി ഉപയോഗിക്കാം. അർഡുയിനോയിൽ ഇൻബിൽഡായി ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഇല്ല. ഇതിന് പകരമായി PWM ഉപയോഗിക്കാം. ഡിജിറ്റൽ പിന്നുകളിലൂടെ മാക്സിമം 20 mA ലോഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 256 KB ഫ്ലാഷ് മെമ്മറിയിലെ 8 KB ബൂട്ട് ലോഡറിനായി ഉപയോഗിക്കുന്നു. ഈ 8 KB നമുക്ക് ലഭ്യമല്ല. USB കേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത്. USB A to B കേബിളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിൽ നിന്നുള്ള USB സിഗ്നൽ ബോർഡിലെ USB ടു സീരിയൽ കൺവെർട്ടർ USART സിഗ്നലാക്കി മാറ്റുന്നു. ക്ലോക്ക് കൊടുക്കുന്ന 16 MHz ക്രിസ്റ്റൽ ഓസിലേറ്റർ ബോർഡിൽ നമുക്ക് കാണാം. ഇത് വേണമെങ്കിൽ മാറ്റിവെക്കുകയും ചെയ്യാം. ഇത്രയുമാണ് ബോർഡിൻ്റെ ഫീച്ചേഴ്സ്. അർഡുയിനോ ബോർഡ് ഉണ്ടാക്കിയത് എളുപ്പമായി പ്രോഗ്രാമിംഗ് പഠിക്കാനാണ്. എന്നാൽ ഇപ്പോൾ ഈ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിന് വലിയൊരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. ഒരുവിധം എല്ലാ സെൻസറുകളുടെയും ലൈബ്രറി ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ബോർഡിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു.
So friends, thanks for watching.